ഹലോ ആൻഡ് വെൽക്കം ടു ഡേ 24 ഓഫ് ദ ചലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഫ്രണ്ട് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുക എന്നുള്ള കോൺവെർസേഷനാണ് ഇത് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എൻ്റെ കോൺവെർസേഷൻ കേൾക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് കോൺവെർസേഷൻ ഉണ്ടാക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മനു എന്നാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ മനുവിനെ ഞാൻ കാണാൻ പോവാണ്. ഞാൻ മനുവിൻ്റെ റൂമിൽ എത്തിയിട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഹായ് മനു. മനുവിനോട് ഹായ്. എന്നിട്ട് പറയാണ്, ഐ എം സോറി ദാറ്റ് യു ഹാഡ് ദിസ് ആക്സിഡൻറ്റ്. ഇവിടെ നമ്മൾ മനുവിൻ്റെ അടുത്ത് സോറി എന്ന് പറയുന്നുണ്ട്. ഞാനല്ല മനുവിനെ വണ്ടി ഇടിച്ചിട്ട് ഈ അവസ്ഥയിലാക്കിയത്, അതുകൊണ്ട് സോറി പറയണമല്ല. നിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയാൻ കൂടെ നമ്മൾ സോറി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കും. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ഈ അവസ്ഥ വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐ എം സോറി ദാറ്റ് യു ഹാഡ് ദിസ് ആക്സിഡൻറ്റ്. എന്തെങ്കിലും ദുഃഖ വാർത്ത കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഐ എം സോറി എന്ന് പറയാം. ഇങ്ങനെ സംഭവിച്ചതിൽ ദുഃഖമുണ്ട്, അതാണ് നമ്മൾ ഐ എം സോറി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഫീലിംഗ് നൗ? ഹൗ ആർ യു ഫീലിംഗ് നൗ? ഇപ്പം എങ്ങനെ തോന്നണോ? ഹൗ ആർ യു ഫീലിംഗ് നൗ? അപ്പം മനു പറയാണ്, എനിക്കിപ്പോൾ കുറച്ച് സുഖം തോന്നുന്നുണ്ട്. അങ്ങനെ പറയാം, ഐ എം ഫീലിംഗ് ബെറ്റർ നൗ. ഐ എം ഫീലിംഗ് ബെറ്റർ നൗ. ഈ ബെറ്റർ എന്ന് പറയുമ്പോൾ BETTER ആണ്, പക്ഷെ ഒന്നും കേൾക്കില്ല, സൈലന്റ് ആണ് കേട്ടോ. ബെറ്റർ എന്ന് പറയില്ല. ഐ എം ഫീലിംഗ് ബെറ്റർ നൗ. ബെറ്റർ. ഐ എം ഫീലിംഗ് ബെറ്റർ നൗ. എന്നിട്ട് മനു പറയാണ്, ഇവിടെ വന്നതിൽ നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പം ഞാൻ പറയാണ്, എനിക്ക് ഇന്നലെ തന്നെ നിന്നെ കാണാൻ വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പറയാം, എനിക്ക് ഇന്നലെ തന്നെ നിന്നെ കാണാൻ വരണമെന്നുണ്ടായിരുന്നു. ഐ wanted to visit you yesterday itself. I wanted to visit you yesterday itself. ഇന്നലെ തന്നെ. yesterday itself. അപ്പോൾ അതൊന്ന് ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. ഇന്നലെ തന്നെ. yesterday itself. I wanted to visit you. എനിക്ക് കാര്യം ചെയ്യണമായിരുന്നു. I wanted to visit you. അപ്പോൾ ഇതൊരു ഫ്രേസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണേ. I wanted to. എനിക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നു അങ്ങനെ പറയണമെങ്കിൽ I wanted to go എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണമായിരുന്നു. I wanted to go. അല്ലെങ്കിൽ ഐ വാണ്ടഡ് ടു ഈറ്റ്, എനിക്ക് തിന്നണമായിരുന്നു. ഐ വാണ്ടഡ് ടു സ്മൈൽ, എനിക്ക് ചിരിക്കണമായിരുന്നു. ഐ വാണ്ടഡ് ടു ക്രൈ, എനിക്ക് കരയണമായിരുന്നു. അങ്ങനെ ഐ വാണ്ടഡ് ടു എന്നുള്ള ആ ഫ്രേസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ ആ വേർബ് മാത്രം പിന്നെ ചേഞ്ച് ചെയ്താൽ മതി. ഐ വാണ്ടഡ് ടു ഡു ദാറ്റ് തിങ്. ഐ വാണ്ടഡ് ടു ഈറ്റ്. ഐ വാണ്ടഡ് ടു സ്മൈൽ. അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ വാണ്ടഡ് ടു വിസിറ്റ് യു യെസ്റ്റർഡേ ഇറ്റ് സെൽഫ്. എനിക്ക് ഇന്നലെ തന്നെ നിന്നെ കാണാൻ വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഐ വാണ്ടഡ് ടു വിസിറ്റ് യു യെസ്റ്റർഡേ ഇറ്റ് സെൽഫ്. പിന്നെ എന്താ ആൾ കാണാൻ വരാതിരുന്നേ? അപ്പോൾ ആ കാര്യമാണ് പറയണത്. പക്ഷെ ഇന്നലെ എനിക്ക് വൈകുന്നേരം കുറേ നേരം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയില്ലേ, അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യകരം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സാധാരണ ദൗർഭാഗ്യകരം എന്നൊക്കെ പറയുക രാഷ്ട്രീയക്കാരാണല്ലേ. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് നോർമൽ കോൺവെർസേഷനിൽ തന്നെ ഇത് ഉപയോഗിക്കാം. അൺഫോർച്ചുനേറ്റ്ലി. അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു സ്റ്റേ ലോങ്ങർ അറ്റ് വർക്ക്. അറ്റ് വർക്ക്, വർക്കിൽ കേട്ടോ, ഇൻ വർക്ക് അല്ല, അറ്റ് വർക്ക്. ഐ ഹാഡ് ടു സ്റ്റേ ലോങ്ങർ അറ്റ് വർക്ക്. എനിക്ക് വൈകുന്നേരം കുറച്ചധികം നേരം വർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാഡ് ടു സ്റ്റേ ലോങ്ങർ അറ്റ് വർക്ക് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു സ്റ്റേ ലോങ്ങർ അറ്റ് വർക്ക്. അപ്പം മനു പറയാണ്, അത് കുഴപ്പമില്ല, ഇന്നലെ എന്നെ വിസിറ്റ് ചെയ്യാത്തത് നന്നായി. അപ്പോൾ കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. എന്നിട്ട് പറയാണ്, ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഡിഡ്ന്റ് വിസിറ്റ് മീ യെസ്റ്റർഡേ. ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് യു ഡിഡ്ന്റ് വിസിറ്റ് മീ യെസ്റ്റർഡേ. ഈ ഡിഡിൻറ്റ് എന്നുള്ള വാക്ക് പറയാൻ തന്നെ ഭയങ്കര പാടല്ലേ. ഡിഡിൻറ്റ്. ഡിൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഡിൻറ്റ്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അത് ഡിഡിൻറ്റ് എന്നാണെന്ന്. നമ്മൾ എല്ലാ സിലബിൾസും കേൾക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നേറ്റീവായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാവില്ല. ഈ മലയാളം പഠിച്ചിട്ട് വന്നിട്ട് സംസാരിക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ എല്ലാം വ്യക്തമായിട്ട് പറയണമെന്ന്. അതേമാതിരി ഒരു പ്രശ്നം നമ്മളും ഇംഗ്ലീഷ് ഇങ്ങനെ എല്ലാം എണ്ണിപ്പറക്കി പറഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഡിഡിൻ്റൊക്കെ ഡിൻറ്റ് എന്ന് പറഞ്ഞ് ശീലിക്കണം. അപ്പോൾ ഇവിടെ മനു പറയാണ്, ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് യു ഡിഡ്ന്റ് വിസിറ്റ് മീ യെസ്റ്റർഡേ. ഇന്നലെ നീ എന്നെ വിസിറ്റ് ചെയ്യാൻ വരാതിരുന്നത് നന്നായി. ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് യു ഡിഡ്ന്റ് വിസിറ്റ് മീ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഒബ്സർവേഷനിലായതുകൊണ്ട് ഇവിടെ വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്നലെ വിസിറ്റ് ചെയ്യാത്തത് നന്നായി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പറയാം? വിസിറ്റേഴ്സ് വെയർ നോട്ട് അലൗഡ് യെസ്റ്റർഡേ
ആസ് ഐ വാസ് അണ്ടർ ഒബ്സർവേഷൻ. ഐ വാസ് ഇൻ ഒബ്സർവേഷൻ അല്ല കേട്ടോ, അണ്ടർ ഒബ്സർവേഷൻ. ആ പ്രപ്പോസിഷൻ ഒന്ന് ഒരുമിച്ച് പഠിച്ചു വെക്കണേ. someone is under observation. Visitors were not allowed yesterday as I was under observation. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, രാത്രി ആരെങ്കിലും കൂടെ നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമല്ലേ, ആരെങ്കിലും ഉണ്ടാവും രാത്രി കൂടെ? അതെങ്ങനെ ചോദിക്കുക? Is someone staying at the hospital with you overnight? Is someone staying at the hospital with you overnight? Is someone staying at the hospital with you overnight? അപ്പം അങ്ങനെ ചോദിച്ചപ്പം മനു എന്താ ഉത്തരം പറയണേ? ഇന്ന് എൻ്റെ അമ്മ കൂടെ നിൽക്കും. ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ. ഇന്ന് എൻ്റെ അമ്മ കൂടെ നിൽക്കും. ടുഡേ മൈ മദർ വിൽ സ്റ്റേ വിത്ത് മീ. ടുഡേ മൈ മദർ വിൽ സ്റ്റേ വിത്ത് മീ. പക്ഷെ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടുത്തെ നേഴ്സസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. എങ്ങനെ പറയാ? ഇറ്റ് ഈസ് നോട്ട് റിയലി നീഡഡ്. ഇതിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് റിയലി നീഡഡ്. അപ്പോൾ ഇറ്റ് ഈസ് എന്നുള്ളതിന് ഷോർട്ട് ഫോം ആയിട്ട് ഇറ്റ്സ്, IT_S. ഇറ്റ്സ് നോട്ട് റിയലി നീഡഡ് ആസ് ദ നേഴ്സസ് ആർ റിയലി ഗുഡ്. അല്ലെങ്കിൽ ദ നേഴ്സസ് ആർ ക്വയറ്റ് ഗുഡ്. വെരി ഗുഡ് എന്ന് പറയാം, ക്വയറ്റ് ഗുഡ് എന്ന് പറയാം, റിയലി ഗുഡ് എന്ന് പറയാം. അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാം കേട്ടോ. ആസ് ദ നേഴ്സസ് ആർ ക്വയറ്റ് ഗുഡ്. പക്ഷേ ഇപ്പം എൻ്റെ അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ആർക്കും അമ്മേനെ തടയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തമാശയ്ക്ക് പറയില്ല, എൻ്റെ അമ്മ തീരുമാനിച്ചു, ഇനിയിപ്പോൾ വന്നേ അടങ്ങുള്ളൂ. അപ്പോൾ അതെങ്ങനെയാ പറയാ? നൗ മൈ മദർ ഹാസ് ഡിസൈഡഡ് ആൻഡ് നോബഡി ക്യാൻ സ്റ്റോപ്പ് ഹർ. ആർക്കും ആളെ തടയാൻ പറ്റില്ല. നൗ മൈ മദർ ഹാസ് ഡിസൈഡഡ് ആൻഡ് നോബഡി ക്യാൻ സ്റ്റോപ്പ് ഹർ. എൻ്റെ അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ആർക്കും എന്നെ എതിർക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയാണ്, ആരെങ്കിലും കൂടെ ഉണ്ടാവുന്നത് നല്ലതെന്ന് എനിക്കും തോന്നുന്നേ, അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നേ. അതെങ്ങനെ പറയാ? I still think it's good to have someone. I still think it is good to have someone. ആരെങ്കിലും കൂടെ ഉണ്ടാവണത്, good to have someone, ആരെങ്കിലും ഉണ്ടാവണത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. I still think it's good to have someone. എന്നിട്ട് ഞാൻ കുറച്ച് ഓറഞ്ച് മനുവിന് കൊടുത്തിട്ട് പറയാണ്, ഇത് നമ്മുടെ ഒരു ചടങ്ങാണല്ലോ, ആശുപത്രി ചെന്നാൽ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത്. ആ ചടങ്ങായിട്ട് ഇതാ ഓറഞ്ച് പിടിച്ചോ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു തമാശക്ക് ലൈറ്റായിട്ട് നമ്മൾ പറയാണ് കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഹിയർ ആർ സം ഓറഞ്ചസ് ആസ് പെർ ദ ട്രഡിഷൻ. ട്രഡിഷൻ അനുസരിച്ച്, ട്രഡിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആ ചെയ്തു പോരുന്ന ആ രീതികളില്ലേ, അതിനാണ് ട്രഡിഷൻ എന്ന് പറയാം. ആ ട്രഡിഷൻ പ്രകാരം ഹോസ്പിറ്റലിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓറഞ്ച് കൊണ്ട് കൊടുക്കാറുണ്ട്, എല്ലാവരും ഓറഞ്ച് കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പം അതുമാതിരി ഞാനിതാ ഓറഞ്ച് കൊണ്ടുവന്നിരിക്കണു, എടുത്തോളൂ, അതാണ് പറയുന്നത്. ഹിയർ ആർ സം ഓറഞ്ചസ് ആസ് പെർ ദ ട്രഡിഷൻ. അപ്പം മനു പറയാണ്, നന്ദി, പക്ഷെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അല്ലേ? അങ്ങനെ പറയാം. താങ്ക്സ്, യു ഡിഡ്ന്റ് ഹാവ് ടു ബ്രിങ് എനിത്തിങ്. യു ഡിഡ്ന്റ് ഹാവ് ടു ബ്രിങ് എനിത്തിങ്. ഇതും പഠിച്ചു വെക്കണേ. ചെയ്യേണ്ടിയിരുന്നില്ല. യു ഡിഡ്ന്റ് ഹാവ് ടു ഡു ദാറ്റ്. കൊണ്ടുവരേണ്ടിയിരുന്നില്ല. യു ഡിഡ്ന്റ് ഹാവ് ടു ബ്രിങ് ഇറ്റ്. ഇവിടെ യു ഡിഡ്ന്റ് ഹാവ് ടു ബ്രിങ് എനിത്തിങ്. ഒന്നും കൊണ്ടുവരേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ പഠിക്കേണ്ടിയിരുന്നില്ല. ഐ ഡിഡ്ന്റ് ഹാവ് ടു സ്റ്റഡി. അല്ലാണ്ട് തന്നെ ഞാൻ പാസ്സാകുമായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് ടു സ്റ്റഡി. അപ്പോൾ യു ഡിഡ്ന്റ് ഹാവ് ടു ബ്രിങ് എനിത്തിങ്. ഒന്നും കൊണ്ടുവരേണ്ടിയിരുന്നില്ല. യു ഡിഡ്ന്റ് ഹാവ് ടു ബ്രിങ് എനിത്തിങ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അല്ല ശരിക്കും എന്താ പറ്റിയേ? അപ്പം അങ്ങനെ ചോദിക്കില്ലേ? സോ വാട്ട് റിയലി ഹാപ്പൻഡ്? സോ വാട്ട് റിയലി ഹാപ്പൻഡ്? എന്താ ശരിക്കും പറ്റിയേ? അപ്പം മനുവിൻ്റെ ആക്സിഡന്റ് ഉണ്ടായ കഥ പറയണം കേട്ടോ. അപ്പം ഇന്നലെ രാവിലെ മനു സൈക്കിളും എടുത്തിട്ട് പാല് വാങ്ങിക്കാൻ പോവായിരുന്നു. അതെങ്ങനെ പറയാ? യെസ്റ്റർഡേ മോർണിംഗ് ഐ വാസ് ഓൺ മൈ വേ ടു ഗെറ്റ് സം മിൽക്ക് ഓൺ മൈ ബൈസിക്കിൾ. ഐ വാസ് ഓൺ മൈ വേ. ഞാൻ പോവായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഐ വാസ് ഓൺ മൈ വേ. ഐ വാസ് ഓൺ മൈ വേ ടു ഗെറ്റ് സം മിൽക്ക്. എന്തിനാണ് ടു ഗെറ്റ് സം മിൽക്ക് എന്ന് വെച്ചാൽ പാല് വാങ്ങിക്കാൻ. ഐ വാസ് ഓൺ മൈ വേ ടു ഗെറ്റ് സം മിൽക്ക് ഓൺ മൈ ബൈസിക്കിൾ. എൻ്റെ സൈക്കിളിലാണ്, ഓൺ മൈ ബൈസിക്കിൾ. ഈ ബൈസിക്കിൾ എന്നുള്ള കാര്യം ഒരു തമാശയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതിനെ സൈക്കിൾ എന്നല്ല വിളിക്കുക, നമ്മൾ സൈക്കിൾ എന്നല്ല പറയാം. വേറെ ചില രാജ്യങ്ങളിൽ, ജർമ്മനി പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഇതിനെ ബൈക്ക് എന്നാണ് പറയാം. അപ്പം നമ്മൾ വിചാരിക്കും ബൈക്കിന് ഇവരെന്താ പറയുക? അതിന് അവർ മോട്ടോർ ബൈക്കോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ എന്നാ പറയാം. എന്ന് വെച്ചാൽ മോട്ടറുള്ള സാധനം ആയതുകൊണ്ട് ടെക്നിക്കലി ശരിയാണ്. ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് അൾട്ടേക്ക് ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആൾക്ക് മോട്ടോർ ബൈക്ക് ഉണ്ടാവുന്നു, എന്നിട്ട് അവസാനം ഒരു സൈക്കിൾ ഉന്തി പിടിച്ച് വരുന്നുണ്ടാവും. അപ്പം നമ്മുടെ മനു കഥ പറയാണ്, അങ്ങനെ സൈക്കിൾ എടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ജംഗ്ഷൻ എത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു മോട്ടോർ ബൈക്കുകാരൻ കുറുകെ ചാടി. ഇങ്ങനെ പറഞ്ഞേ, ജസ്റ്റ് ആസ് ഐ വാസ് അപ്രോച്ചിങ് ദ സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷൻ. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷൻ എത്തുന്ന ആ സമയത്ത് എ മോട്ടോർ ബൈക്ക് ക്രോസ്ഡ് മൈ ബൈസിക്കിൾ വിത്തൗട്ട് എനി വാർണിംഗ്. എ മോട്ടോർ ബൈക്ക് ക്രോസ്ഡ് മൈ ബൈസിക്കിൾ. എൻ്റെ സൈക്കിളിൻ്റെ കുറുകെ വന്നു. വിത്തൗട്ട് എനി വാർണിംഗ്. ഒരു
സൂചനയും തരാണ്ട്, എന്നുവെച്ചാൽ ഒരു ഹോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദമോ ഒന്നും ഇല്ലാണ്ട് നേരെ വന്ന ആൾ കുറുകെ ചാടി. അപ്പം ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ഐ അപ്ലൈഡ് ദ ബ്രേക്ക് സഡൻലി. ബ്രേക്ക് പിടിക്കുക, ഐ കോട്ട് ദ ബ്രേക്ക് എന്നല്ല പറയുക, ഐ ക്യാച്ച് ദ ബ്രേക്ക് അല്ല പറയുക, ഐ അപ്ലൈഡ് ദ ബ്രേക്സ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഐ അപ്ലൈഡ് ദ ബ്രേക്സ് സഡൻലി, പെട്ടെന്ന് തന്നെ. ബട്ട് ലോസ്റ്റ് മൈ ബാലൻസ് ആൻഡ് ഫെൽ ഡൗൺ. പക്ഷെ എൻ്റെ ബാലൻസ് തെറ്റിയിട്ട് ഞാൻ നിലത്ത് വീണു. ബട്ട് ലോസ്റ്റ് മൈ ബാലൻസ് ആൻഡ് ഫെൽ ഡൗൺ, നിലത്ത് വീണു. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അപ്പം തന്നെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ? വേർ യു ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ റൈറ്റ് അവേ? അപ്പം തന്നെ, റൈറ്റ് അവേ. വേർ യു ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ റൈറ്റ് അവേ? അപ്പം തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? അപ്പം മനു പറയണം, അല്ല, ഞാൻ ആദ്യമൊന്നും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിലെത്തുന്നവരെ ഒരു വേദന ഉണ്ടായിരുന്നില്ല. അപ്പം ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയാം, ആദ്യം അങ്ങനെ പറയാം, ഇനിഷ്യലി. ഐ വാസ് ഫൈൻ ഇനിഷ്യലി. ഐ വാസ് ഫൈൻ ഇനിഷ്യലി. എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആദ്യം, ഇനിഷ്യലി. വീട്ടിലെത്തുന്നവരെ എനിക്കൊരു വേദന അനുഭവപ്പെട്ടില്ല. ഐ ഡിഡ്ന്റ് ഫീൽ എനി പെയിൻ അൺടിൽ ഐ റീച്ച്ഡ് ഹോം. അൺടിൽ, അതുവരെ. ഐ ഡിഡ്ന്റ് ഫീൽ എനി പെയിൻ, ഒരു വേദനയും. ഐ ഡിഡ്ന്റ് ഫീൽ എനി പെയിൻ, എനിക്ക് ഒരു വേദനയും ഫീൽ ചെയ്തിരുന്നില്ല. ഐ ഡിഡ്ന്റ് ഫീൽ എനി പെയിൻ അൺടിൽ ഐ റീച്ച്ഡ് ഹോം. ഞാൻ വീട്ടിലെത്തുന്നവരെ. വീട്ടിലെത്തിയപ്പം എൻ്റെ ആങ്കിളിൽ പെട്ടെന്ന് ഭയങ്കര ഒരു വേദന. എന്നിട്ട് തന്നെ അവർ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതാണ് സംഭവിച്ചോ. എങ്ങനെ പറയണത്? വെൻ ഐ റീച്ച്ഡ് ഹോം സഡൻലി ദർ വാസ് എ ഷാർപ്പ് പെയിൻ. ഭയങ്കര ഒരു വേദന, അങ്ങനെ പറയാം, ഷാർപ്പ് പെയിൻ. വെൻ ഐ റീച്ച്ഡ് ഹോം സഡൻലി ദർ വാസ് എ ഷാർപ്പ് pain in my ankle and I was taken to the hospital. And I was taken, എന്നെ എടുത്തിട്ട് പോയി. I was taken to the hospital. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ? എന്താ പറഞ്ഞത്? എന്താന്ന് പറയുമ്പോൾ വാട്ടാണ്. വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ? ഈ സെൻറ്റൻസ് കുറേ പേര് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. വാട്ട് ദ ഡോക്ടർ സെഡ്, എന്താ ഡോക്ടർ പറഞ്ഞേ, അതിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഉണ്ടാക്കുമ്പോൾ വാട്ട് ഡോക്ടർ സെഡ്. നമ്മൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ വാട്ട്, വെയർ അങ്ങനെയൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ വാട്ട് ഹീ സെഡ് അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. എപ്പോഴും പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസിന് സെഡ് വരില്ല, സേ വരുള്ളൂ. എപ്പോഴും പ്രസൻറ്റ് ഫോം, ആ നോർമൽ ഫോമാണ് നമ്മൾ വേർബിൻ്റെ ഉപയോഗിക്കുക, ഇതൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ വാട്ട് ഡിഡ് വേണം, അതാണ് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നത്. വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ. പാസ്റ്റ് ടെൻസിൽ എപ്പോഴും വാട്ട് ഡിഡ് അങ്ങനെ പറയണം കേട്ടോ. വെൻ ഡിഡ്, ഹൂ ഡിഡ്, അങ്ങനെ ഡിഡ് നിങ്ങൾ മറക്കരുതേ. വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ. മനു പറയാണ്, എൻ്റെ ആങ്കിളിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഐ ഹാവ് എ ഫ്രാക്ചർ ഓൺ മൈ ലെഫ്റ്റ് ആങ്കിൾ. എൻ്റെ ഇടത് ആങ്കിളിൻ്റെ മുകളിൽ ഒരു ഫ്രാക്ചർ ഉണ്ട്. ഐ ഹാവ് എ ഫ്രാക്ചർ ഓൺ മൈ ലെഫ്റ്റ് ആങ്കിൾ. ഇന്നലെ എനിക്ക് അതിന് ഒരു ചെറിയ സർജറി വേണ്ടി വന്നു. യെസ്റ്റർഡേ ഐ ഹാഡ് എ സ്മോൾ സർജറി ഫോർ ഇറ്റ്. യെസ്റ്റർഡേ ഐ ഹാഡ് എ സ്മോൾ സർജറി ഫോർ ഇറ്റ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അയ്യോ വേദന ഉണ്ടായിരുന്നോ? വാസ് ഇറ്റ് പെയിൻഫുൾ? വാസ് ഇറ്റ് പെയിൻഫുൾ? അത്ര സുഖമുള്ള അനുഭവം ഒന്നും ആയിരുന്നില്ല അത്. അങ്ങനെയാണ് മനു ഉത്തരം കൊടുക്കണേ. കുറച്ച് ചില്ലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ലേ? ഇത് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഐ ഷുഡ് സേ. അത് അത്ര നല്ല എക്സ്പീരിയൻസ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഐ ഷുഡ് സേ അതൊരു പ്രയോഗം കേട്ടോ. ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഐ ഷുഡ് സേ. അപ്പം ഞാൻ പറയാണ്, റെസ്റ്റ് എടുക്കണമെങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതെങ്ങനെയാ പറയാ? ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്റ്റർബ് യു ഇഫ് യു വോണ്ട് ടു റെസ്റ്റ്. ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്റ്റർബ് യു ഇഫ് യു വോണ്ട് ടു റെസ്റ്റ്. എന്നിട്ട് പറയാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ചെയ്തോളൂ. ഈ മെസ്സേജ് ചെയ്തോളൂ, ഈ സംഭവത്തിന് നമ്മളിപ്പോൾ പൊതുവെ കേൾക്കണ ഒരു സ്ലാങ് ഉണ്ട് കേട്ടോ. മെസ്സേജ് മീ അല്ലെങ്കിൽ സെൻഡ് മീ എ മെസ്സേജ് എന്നൊക്കെ പറയാം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിങ് മീ എന്ന് പറയുന്നത്. പിങ് മീ. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ടെക്നിക്കൽ IT ഫീൽഡ് വന്നപ്പോഴാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് നെറ്റ്വർക്കിങ്ങിലെ ഒരു ടേമാണ് പിങ് എന്നൊക്കെ പറയുന്നത്. ഒരു മെസ്സേജ് അയക്കുക, അങ്ങനത്തെ ഒരു അർത്ഥം തന്നെയാണ് പിങ് മീ. എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് കുറേ കാലം മുമ്പ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പിങ് മീ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പിങ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിങ്ങനെ കേൾക്കും, പിങ് മീ ഇഫ് യു വോണ്ട് എനിത്തിങ്. ഇവിടെ പറയാണ് പിങ് മീ ഇൻ കേസ് യു നീഡ് എനിത്തിങ്. എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പിങ് മീ എന്ന് വെച്ചാൽ മെസ്സേജ് അയക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മെസ്സേജ് മീ ഇൻ കേസ് യു നീഡ് എനിത്തിങ്. അപ്പം മനു പറയാണ്, എന്നെക്കുറിച്ച് വിഷമിക്കണ്ട. ഡോണ്ട് വറി അബൌട്ട് മീ. ഡോണ്ട് വറി അബൌട്ട് മീ. എന്നെക്കുറിച്ച് വിഷമിക്കണ്ട. എന്നിട്ട് മനു പറയാണ്, ഡോക്ടർമാർ പറയണത് ഞാൻ നന്നായി റിക്കവർ ചെയ്യുന്നുണ്ട് എന്നാണ്.
ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഡോക്ടർ സെഡ് ദാറ്റ് ഐ എം റിക്കവറിങ് വെൽ. ഞാൻ നന്നായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ട്. ഡോക്ടർ സെഡ് ദാറ്റ് ഐ എം റിക്കവറിങ് വെൽ. ആൻഡ് ഇഫ് തിങ്സ് ഗോ ലൈക്ക് ദിസ്, ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, ആൻഡ് ഇഫ് തിങ്സ് ഗോ ലൈക്ക് ദിസ് ഐ ക്യാൻ ഗോ ബാക്ക് ഹോം ഇൻ 2 days. എനിക്ക് 2 ദിവസത്തിൽ വീട്ടിലേക്ക് പോകാൻ പറ്റും. ഐ ക്യാൻ ഗോ ബാക്ക് ഹോം ഇൻ 2 days. അപ്പം ഞാൻ പറയാണ്, ഓ അത് കേട്ടത് സന്തോഷമായി. ദാറ്റ്സ് ഗുഡ് ടു ഹിയർ. ദാറ്റ് ഇസ് ഗുഡ് ടു ഹിയർ. ആൻഡ് ഷോർട്ടായിട്ട് ദാറ്റ്സ് ഗുഡ് ടു ഹിയർ. അപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. പിന്നെ കമൻസിലും പറയൂ. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ചിലർ സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ സ്പീഡ് അറിയാണ്ട് പിന്നെയും കൂടിപ്പോകും. ഇന്ന് ഞാൻ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.